നമസ്കാരം. ഈ പള്ളിപ്പുറത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ എബോവ് 90% സ്കോർ ചെയ്യാം, സീക്രട്ട് ടിപ്സ് ടു സക്സസ്, ഹൗ ടു ബിക്കം എ ടോപ്പർ, ഇങ്ങനെയുള്ള ഒരുപാട് ലേണിംഗ് ടിപ്സ് തരുന്ന വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടി ഇവരെന്താണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ പലപ്പോഴും ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ പറയുന്ന ഈ ലേണിംഗ് ടിപ്സ് നമ്മുടെ ഒരു റിയൽ ലൈഫ്, ഒരു സാധാരണ കുട്ടിയുടെ ജീവിതത്തിൽ എത്രമാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവർ പറയുന്ന ഈ ലേണിംഗ് ടിപ്സ് ഇവരുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയതിനു ശേഷമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപദേശിച്ച് കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ പറ്റി ഞാൻ എപ്പോഴും ഡൗട്ട്ഫുൾ ആവാറുണ്ട്. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ആവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അത്ര വലിയ ഇൻ്റലിജൻ്റ് ഒന്നും ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ആയിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ലേണിംഗ് സ്റ്റൈലുണ്ടായിരുന്നു. ആ ലേണിംഗ് സ്റ്റൈല് ഇപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന എന്നെ എപ്പോഴും ക്ലാസ്സിൽ ടോപ്പർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ 3 ഇയറിൽ ഡിഗ്രിയിൽ ഞാൻ ഫിസിക്സ് ആയിരുന്നു മെയിൻ. ഞാൻ സ്കോർ ചെയ്തത് 97.5% ആയിരുന്നു. ഇറ്റ് ഇൻക്ലൂഡ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പ്രാക്ടിക്കൽ, 7 പേപ്പേഴ്സ് ഓഫ് ഫിസിക്സ്. ഇപ്പോൾ ഈ 3 വർഷവും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തതുകൊണ്ടാണ് ആ വർഷത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആവാനായിട്ട് എനിക്ക് പറ്റിയത്. ഇപ്പോൾ ഡിഗ്രിക്ക് മാത്രമല്ല, അതിനു മുമ്പ് ഞാൻ പ്രീ ഡിഗ്രി ചെയ്തിട്ട്, അതായത് നിങ്ങൾ +2ൻ്റെ സമയത്ത് എനിക്ക് 92% ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ BEd, MEd, MSc ഒക്കെ ചെയ്തപ്പോഴും എൻ്റെ ലേണിങ്ങിൻ്റെ ഗ്രാഫ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ ലേണിംഗ് സ്റ്റൈൽസാണ്. ആ ലേണിംഗ് സ്റ്റൈൽസാണ് ഇപ്പോഴും എൻ്റെ ലേണിങ്ങിനുള്ള ഇഷ്ടം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ലേണിംഗ് സ്റ്റൈൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലേണിങ്ങിൽ ഇതിൽ ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ലേണിംഗ് സ്റ്റൈൽസ് എന്ന് നോക്കാം. ആദ്യത്തേത് ഗെറ്റ് ഓർഗനൈസ്ഡ്. ഇപ്പോൾ ഗെറ്റ് ഓർഗനൈസ്ഡ് എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് രാവിലെ 5 മണിക്ക് എണീക്കുക, 5:10 പല്ല് തേക്കുക, അങ്ങനത്തെ ഓർഗനൈസേഷൻ അല്ല. ഇപ്പോൾ പലർക്കും പലതരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽസ് ആയിരിക്കും. ചിലർക്ക് രാവിലെ പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വൈകിട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നും കാണില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എവിടെ നമ്മൾ കോളേജിൽ പോയാലും നമുക്ക് സ്കൂളിൽ പോയാലും നമുക്കൊരു ടൈം ടേബിൾ കാണും. അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് ടീച്ചേഴ്സ് അന്ന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. ഇപ്പം ഞാനൊരു +1 എടുത്തു കഴിഞ്ഞാൽ ഒരു ടൈം ടേബിൾ നമുക്കൊരു 6 അല്ലെങ്കിൽ ഒരു 5 പീരീഡ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ വൈകിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആ ടൈം ടേബിൾ എടുത്തിട്ട് ആദ്യത്തെ പീരീഡ് ഞാൻ എന്താണ് പഠിച്ചതെന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പീരീഡ് ഇംഗ്ലീഷ് ആയിരിക്കും. ടീച്ചർ ഒരു 2 പാരഗ്രാഫ് ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിക്കുക. ഓക്കെ, അത് വായിച്ചിട്ട് മാറ്റി വെക്കുക. അതേപോലെ നെക്സ്റ്റ് പീരീഡ് ഫിസിക്സ് ആയിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂമറിക്കൽ ചെയ്തു, അതൊന്ന് നോക്കുക. എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് അന്ന് തന്നെ ചെയ്ത് തീർക്കുക. എന്താണ് അന്നന്ന് പഠിപ്പിച്ചത് അത് ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. മേ ബി നിങ്ങൾക്ക് 1 hour 1.5 hour മാത്രമേ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കത്തുള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്നാമത്തത്, നിങ്ങൾക്ക് അന്ന് തന്നെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. മേ ബി നിങ്ങൾ അന്ന് ഹോംവർക്ക് ഫിനിഷ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അത് ഓർക്കുണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ എന്നും അന്നന്ന് പഠിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിനൊക്കെ നിങ്ങളെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ബർഡൻ തോന്നില്ല. അതിനേക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ട് പോയിട്ട് നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർ ഇപ്പം തലേദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പം നമ്മൾ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് തന്നു, ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ടീച്ചർ ചോദിക്കുന്നു. അപ്പം നമുക്കൊരു ആൻസർ പറയാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ട് ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചറിൽ നിന്നൊരു അപ്രീസിയേഷൻ കിട്ടുക, അതൊക്കെ ഒരു ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ ലേൺ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ഓക്കെ ഞാൻ ഭാവിയിൽ ഇന്നതായിത്തീരും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, ഇത്തരം കാര്യങ്ങളായിരിക്കത്തില്ല. നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണ് നമ്മളെ പലപ്പോഴും ഈ ലേണിംഗ് നമുക്ക് ലേണിങ്ങിലേക്ക് നമ്മളെ ഫ്യൂച്ചർ ലേണിങ്ങിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അംഗീകാരം, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അംഗീകാരം, അത് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തരും. ആ കോൺഫിഡൻസ് വീണ്ടും വീണ്ടും പഠിക്കാൻ നിങ്ങൾക്ക് വളരെ
ഹെൽപ്ഫുള്ളായിരിക്കും. അതാണ് ആദ്യത്തെ കാര്യം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നിങ്ങളൊരു 1-2 ആഴ്ച ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് എഴുതി പഠിക്കുക. ഓക്കെ, എഴുതി പഠിക്കുക എന്നുള്ളത് പല കാലഘട്ടങ്ങളിലായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഒന്നിൽ കൂടുതൽ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് കാരണം നമ്മളുടെ മെമ്മറി കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് എഴുതി പഠിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പ്രസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ പേപ്പർ വാങ്ങിച്ചിട്ട് അത് നല്ല പേപ്പറൊന്നും ആയിരിക്കത്തില്ല, അതിനകത്ത് നിറയെ ഞാനൊക്കെ എഴുതി പഠിക്കുമായിരുന്നു. അത് ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾ എഴുതി പഠിക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പലപ്പോഴും പല എക്സാമുകളിലും നമ്മളിങ്ങനെ എഴുതിയിട്ട് വന്നിട്ട് സ്റ്റക്കാവുന്ന സമയങ്ങളിൽ നമുക്കറിയാതെ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ പറയാറില്ലേ നമ്മുടെ പേനയുടെ തുമ്പിൽ ആൻസർ വരുമെന്നൊക്കെ, അതേപോലുള്ള ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങളെ എഴുതി പഠിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതൊരു പ്രാക്ടീസ് ആക്കുക. അല്ലെങ്കിൽ തന്നെ കുറേ നേരം ഇങ്ങനെ ഒരിടത്തോട്ട് തന്നെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പോൾ ഇച്ചിരി നേരം എഴുതുന്നത് നമ്മളെ കുറച്ച് നേരം കൂടെ ആ പഠിത്തത്തിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ പഠിക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് പഠിക്കുക. ഇപ്പോൾ ഫിസിക്സിൻ്റെ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ ഇൻ ക്വാണ്ടംസ്, ലൈക്ക് ചെറിയ എനർജിയുടെ പാക്കറ്റിനെയല്ലേ നമ്മൾ ഫിസിക്സിൽ ക്വാണ്ടം എന്ന് പറയുന്നത്, അതേപോലെ ചെറിയ ചെറിയ ക്വാണ്ടംസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പോയംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ 2 ലൈൻ പഠിക്കും, അത് മെമ്മറൈസ് ചെയ്യും, പിന്നെ 2 ലൈൻ പഠിക്കും, കുറച്ച് സമയം കൊണ്ട് നമ്മൾ ആ ഫുൾ പോയം പഠിക്കും. അതേപോലെ എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈവൻ ഫിസിക്സ് പോലും നമുക്ക് അങ്ങനെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി പഠിക്കുക. എല്ലാം കൂടി അത് ഞാൻ ആദ്യം പറഞ്ഞ ഗെറ്റ് ഓർഗനൈസ്ഡ് എന്നുള്ള ഐഡിയ ആക്ച്വലി നമ്മൾ ഈ ചെറിയ ചെറിയ പോർഷൻ ഓരോ ദിവസവും പഠിക്കുന്ന ചെറിയ ചെറിയ പോർഷൻസിനെ പഠിക്കുക എന്നുള്ളതും ഈ സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. എന്ത് വലിയ കാര്യം ഡെറിവേഷൻസ് ഒക്കെ ആണെങ്കിൽ പലപ്പോഴും വലിയ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് 3-4 പേജ് ഡെറിവേഷൻ പഠിക്കാനുണ്ടായിരിക്കും. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും, പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോകാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഫെയ്മാൻ ടെക്നിക്ക്. ഈ ഫെയ്മാൻ ടെക്നിക്ക് വളരെ ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എന്തുകൊണ്ടാണ് ഫെയ്മാൻ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് വേറൊരാളെ അത് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം നമ്മൾക്ക് പഠിത്തത്തിൽ അത് യൂസ് ചെയ്യാം. പലപ്പോഴും ഞാനാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈവൻ വീഡിയോ എടുക്കുമ്പോൾ പോലും വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ അത് പറഞ്ഞ് നോക്കാറുണ്ട്, അല്ലെങ്കിൽ മിററിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു നോക്കാറുണ്ട്. അതൊക്കെ ഒരു ഫെയ്മാൻ ടെക്നിക്കാണ്. അതായത് നമ്മൾ അത് ലൗഡായിട്ട് പറയുക, അതേപോലെ തന്നെ നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുന്ന പോലെ ആക്ട് ചെയ്യുക. ഇപ്പോൾ ന്യൂമറിക്കൽ ആണെങ്കിൽ പോലും ഇങ്ങനെ വന്നു, ഓക്കെ ഇങ്ങനെ മനസ്സിലായില്ല, അങ്ങനെ തരത്തിലുള്ള ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കാനായിട്ടും ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. ഇപ്പോൾ ആരെങ്കിലും ഫെയ്മാൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ വീട്ടുകാരെയൊക്കെ ഇൻഫോം ചെയ്യുക, ഓക്കെ ഞങ്ങൾ ഫെയ്മാൻ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ തന്നെ സംസാരിക്കുന്നത് എന്നുള്ളത്. അത് വളരെയധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഏത് സബ്ജക്റ്റും, ഇപ്പോൾ ഫിസിക്സിന് മാത്രമല്ല ഏത് സബ്ജക്റ്റിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സുകളാണ് ഇത് എല്ലാം. പിന്നെ ലാസ്റ്റിലായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പഠിപ്പിസ്റ്റോ ഒരു ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റോ ആവണമെന്ന് ഇല്ല. ഇപ്പോൾ സാധാരണ നമ്മൾ കുട്ടികളെ ഇപ്പോൾ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിസ്റ്റുകളായിട്ടാണ് കാണുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമയം നന്നായിട്ട് വിനിയോഗിക്കുക. ഒരു 2-3 മണിക്കൂറൊക്കെ എക്സാമിന് റെഗുലർലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളതിന് നിങ്ങൾ സമയം കണ്ടെത്തുക. ലൈക്ക് നിങ്ങൾക്ക് മൂവി കാണാം, നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാം, നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കാം, നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാനായിട്ട് അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും സമയം കണ്ടെത്തുകയും ചെയ്യുക. എപ്പോഴും ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ എനിക്കിത് പഠിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഇത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ലേണിംഗ് സ്റ്റൈൽസ്. I hope it will help you also. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.